നമസ്കാരം. രാമായണ കഥ. അവതാര പുരുഷനായ ശ്രീരാമൻ്റെ കഥ ഭക്തി നിർഭരമാണ്. രാമായണം രാമൻ്റെ കഥയാണ്, സീതയുടെയും. ശ്രീരാമൻ ആരാണ്? മഹാവിഷ്ണുവിൻ്റെ അവതാരം. ദുഷ്ടനായ രാവണനെ കൊല്ലാൻ അവതാരമെടുത്തു. രാവണൻ രാക്ഷസ ചക്രവർത്തിയാണ്. പക്ഷേ ചീത്തപ്രവൃത്തികളെ ചെയ്യൂ. അവൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ എല്ലാവരും വലഞ്ഞു. ദിനം പ്രതി രാക്ഷസന്മാർ പെറ്റുപെരുകി. ഭൂമിയുടെ ഭാരം വർദ്ധിച്ചു. ഭൂമിദേവി തളർന്നു. സങ്കടം ആരോട് പറയും? സഹിക്കുക തന്നെ. ദിവസങ്ങൾ മാസങ്ങളും വർഷങ്ങളുമായി കടന്നുപോയി. കാര്യങ്ങൾ ബ്രഹ്മദേവനോട് പറയുക തന്നെ. ഒടുവിൽ ഭൂമിദേവി തീരുമാനിച്ചു. ബ്രഹ്മദേവൻ എല്ലാം അറിയേണ്ടവനല്ലേ? പശുവിൻ്റെ രൂപം ധരിച്ച് ഭൂമിദേവി ബ്രഹ്മലോകത്തേക്ക് പോയി. ബ്രഹ്മാവിനെ കണ്ടു. വിവരങ്ങൾ ഉണർത്തിച്ചു. ബ്രഹ്മാവ് എല്ലാം ശ്രദ്ധിച്ചു കേട്ടു. സഹായിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എന്തു ചെയ്യാൻ കഴിയും? മുമ്പ് രാവണന് വരം നൽകിയിട്ടുള്ളത് ബ്രഹ്മാവാണ്. കൊടുത്ത വരം തിരിച്ചെടുക്കാൻ കഴിയുമോ? രാവണനാണെങ്കിൽ വരം വാങ്ങി ശക്തനായി തീർന്നു. ബ്രഹ്മദേവന് പറ്റിയ അമളി പുറത്തു പറയാനാകുമോ? പറയാതിരിക്കുന്നതെങ്ങനെ? ഇനി രക്ഷിക്കാൻ മഹാവിഷ്ണുവിനെ കഴിയൂ. ഭഗവാൻ വഴി കണ്ടെത്താതിരിക്കില്ല. ബ്രഹ്മദേവൻ ദേവിയെ സമാധാനിപ്പിച്ചു. ഇന്ദ്രനെ വരുത്തി, മറ്റെല്ലാ ദേവന്മാരെയും. എല്ലാവരും ചേർന്ന് മഹാവിഷ്ണുവിനോട് സങ്കടം പറയാൻ പാലാഴിക്കടലിൻ്റെ തീരത്ത് തിരിച്ചു. ലോകത്തിൽ അധർമ്മം വർദ്ധിച്ചിരിക്കുന്നു. പൊറുക്കാൻ വയ്യ. ദുഷ്ടന്മാരെ കൊന്ന് രക്ഷിക്കണം. ദേവന്മാർ കടൽക്കരയിൽ നിന്ന് മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു. ഒരു കൂട്ടപ്രാർത്ഥന. ലോകനന്മയ്ക്ക് വേണ്ടിയുള്ള വിളിയല്ലേ? മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. എന്തു വേണം? ദേവന്മാർക്ക് സന്തോഷമായി. വേണ്ടത് പറയാമല്ലോ. ഭഗവാൻ വഴി കാണാതിരിക്കില്ല. ബ്രഹ്മദേവൻ വിഷ്ണുവിനോട് എല്ലാം വിസ്തരിച്ചു പറഞ്ഞു. ഭഗവാനെ, രാവണൻ എന്ന ഒരു രാക്ഷസനുണ്ട്. അവൻ വല്ലാതെ ഉപദ്രവിക്കുന്നു. ആ വിശ്രവിസിൻ്റെ പുത്രൻ 3 ലോകത്തും ആരെയും പൊറുപ്പിക്കുന്നില്ല. ഒരു നിലയ്ക്ക് ഞാൻ തന്നെയാണ് തെറ്റുകാരൻ. വരം കൊടുത്തപ്പോൾ ഇത്രയും വലിയ അപകടകാരിയാകുമെന്ന് കരുതിയില്ല. മനുഷ്യൻ്റെ കൈകൊണ്ട് മാത്രമേ അവൻ മരിക്കൂ എന്ന വരം നേടുകയാൽ ആ മാർഗം ഉപയോഗിച്ച് ഞങ്ങളെ രക്ഷിക്കണം. ബ്രഹ്മാവിന് പറ്റിയ അമളിയോർത്ത് മഹാവിഷ്ണു ഒന്ന് ചിരിച്ചു. തെറ്റുപറ്റിയത് സമ്മതിച്ചുവല്ലോ, അതുതന്നെ നല്ല കാര്യം. മഹാവിഷ്ണു ദേവന്മാരെ മാറി മാറി നോക്കി. എല്ലാവരുടെ മുഖത്തും ദുഃഖമുണ്ട്. ധൃതിയരുത് ബ്രഹ്മദേവ. എടുത്തുചാട്ടം പാടില്ല. അത് ആപത്തെ വരുത്തൂ. രാവണൻ നിസാരക്കാരനല്ല. വരബലം കൊണ്ട് ശക്തനാണ്. മഹാവിഷ്ണു ഓർമ്മപ്പെടുത്തി. പണ്ട് കശ്യപ മഹർഷി മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു. കഠിന തപസ്സാകയാൽ വരം കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്തായിരുന്നു വരം ചോദിച്ചതെന്നോ? മഹർഷിയുടെ മകനായി മഹാവിഷ്ണു പിറക്കണം. വല്ലാത്ത മോഹം തന്നെ. അന്ന് നൽകിയ വരം രാവണനെ നേർക്ക് പ്രയോഗിക്കാം. ഭഗവാൻ തീരുമാനിച്ചു. ദേവന്മാരെ രക്ഷിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. എല്ലാവർക്കും കഥ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ഭാഗം അടുത്ത ദിവസം. നന്ദി, നമസ്കാരം.